ബോധ്യങ്ങളിൽ, പഴയ ധാർഷ്ട്യങ്ങളിൽ, കാർക്കശ്യങ്ങളിൽ, ആ ഒരു തലങ്ങളിൽ മാത്രം നിന്നിട്ട് ഞാൻ എത്രമാത്രം ആധ്യാത്മികനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ നമുക്ക് നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ വഞ്ചിക്കാമെന്നല്ലാതെ നമ്മളെക്കുറിച്ച് നമ്മൾ ആത്മപരിശോധന നടത്തുമ്പോൾ അത് എത്രമാത്രം സത്യസന്ധമായിരിക്കും എന്നുള്ളൊരു തലമാണ് എനിക്ക് ഇന്ന് ബോധ്യമായി കിട്ടിയത്. പുതിയ ഒരു സൃഷ്ടി. നമ്മൾ 3 തരത്തിലുള്ള ശിഷ്യന്മാരെ കുറിച്ച് ബ്രദർ പറഞ്ഞായിരുന്നു. ഫരിസേയരുടെ ശിഷ്യൻ, സ്നാപക യോഹന്നാന്റെ ശിഷ്യൻ, യേശുവിന്റെ ശിഷ്യൻ. യേശുവിന്റെ ശിഷ്യനാവുന്ന ഫരിസേയൻ അതുവരെയുള്ള നിയമത്തിന്റെ കാർക്കശ്യങ്ങളെല്ലാം വിട്ട് പുതിയ ബോധ്യങ്ങൾ പഠിക്കണം, പുതിയ തലങ്ങളിലേക്ക് ഉയരണം. ആ പുതിയ നിയമങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം വേണമെങ്കിൽ, എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ പഴയത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അത് പഠിക്കാതെ പഴയ ഞാൻ യേശുവിന്റെ ശിഷ്യനാണ് എന്ന് പറയുകയും എന്നാൽ നിയമജ്ഞന സ്വഭാവം വിട്ടുപോകാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മളുടെ ഇന്നത്തെ പ്രശ്നം. നമ്മളിപ്പോഴും നമ്മൾ ജ്ഞാനസ്നാനത്തിലൂടെ മറ്റൊരു ക്രിസ്തുവാണ്, ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ മറ്റൊരു ക്രിസ്തുവാണ്. പക്ഷേ നമ്മളിപ്പോഴും 10 കൽപ്പനകളെ മുറുക്കെ പിടിക്കുന്ന ഒരു യഹൂദ ഫരിസേയനായിട്ടാണ് ജീവിക്കുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി തന്നത് കൊണ്ട് നമുക്കപ്പോൾ വലിയ പ്രയോജനവും നമ്മൾ കണക്കാക്കുന്നില്ല. അതിനെ നമ്മുടെ ശക്തി കൊണ്ട് മീൻ പിടിക്കുകയാണ്. അവർ രാത്രി മുഴുവനും അവരുടെ ശക്തി കൊണ്ട് മീൻ പിടിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. പക്ഷേ യേശു വള്ളത്തിൽ വന്നപ്പോൾ, യേശുവിൻ്റെ സ്വരം കേട്ടപ്പോൾ എല്ലാം ശരിയായി. ഇല്ലേ? വെരി ഗുഡ്, താങ്ക് യു. നെക്സ്റ്റ്.